എത്ര സന്തോഷമായിട്ട് എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ. ഞങ്ങളിത് അവലോസ് ഉണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പോൾ അവലോസ് ഉണ്ട ഉണ്ടാക്കാനായിട്ട് അവലോസ് പൊടിയൊക്കെ വറുത്ത് ഞങ്ങൾ ഇന്നലെയേ വെച്ചു. ഇന്നത് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഈ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പേരുണ്ട്, ഒന്നും രണ്ടുമല്ല, ഒരുപാട് അമ്മമാരുണ്ട് ഇവിടെ. നേർച്ച കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഇത് കൂടാതെ ഞങ്ങൾ ഇതുണ്ടാക്കി വിൽക്കാറുമുണ്ട് കേട്ടോ. ശർക്കരയൊക്കെ ഉരുകാനായിട്ട് വെച്ചു. ശർക്കര ഉരുകുന്നിടത്ത് കുറേ പേരുണ്ട്. അത് ഉരുക്കി ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കാൻ കൈമടുക്കും, ഒരാളുടെ കൈമടുക്കുമ്പോൾ അടുത്തയാൾ നിൽക്കണം. അതിനൊന്നും ആർക്കും ഇവിടെ മടിയില്ല. ഇതിനിടയ്ക്കൂടെ ഒരുപാട് കഥകളുണ്ട്, ചിരികളികളുണ്ട്. പറ്റുന്നവരൊക്കെ പരസ്പരം ട്രോളാറുണ്ട്. ആർക്കും പരാതിയില്ല. നമ്മൾ അവലോസ് ഉണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനെ തിളയ്ക്കണം, അതിൻ്റെ പാകം നോക്കണം. എല്ലാവർക്കും അറിയാം. ഏലക്ക പൊടിക്കണം. ആർക്കും ഒരു മടിയില്ല. ഒരാൾ ഞാൻ വലുത്, നീ വലുത്, അല്ലെങ്കിൽ എനിക്കേ അറിയൂ നിനക്കേ അറിയൂ, അങ്ങനെയുള്ള ഒരു ചിന്തകളും ഇവിടെയില്ല. എല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണ്, ഒരുപാട് സ്നേഹത്തിലാണ്. ഈ അവലോസ് ഉണ്ട ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഓരോരുത്തർക്കും വരുമാനത്തിന് അവലോസ് ഉണ്ട ഉണ്ടാക്കി വിൽക്കാറുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള വഴിക്ക് ചെയ്യാറുണ്ട്. എത്ര വേഗത്തിലാന്ന് നോക്കി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇളക്കാനും പൊടിയിടാനും ഓരോ കാര്യത്തിനും പ്രാർത്ഥന. ഇതിനിടയ്ക്കൂടെ പ്രാർത്ഥനയുണ്ട് കേട്ടോ. പ്രാർത്ഥന ഒരു കാര്യത്തിലും ഞങ്ങൾ മുടക്കാറില്ല. തുടക്കത്തിലും അവസാനത്തിലും ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈശോയ്ക്ക് നന്ദി. അവലോസ് ഉണ്ട ഉരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടോ. ഇതിൽ ഓരോരുത്തരുടെയും അവലോസ് ഉണ്ട പൊക്കി കാണിക്കാൻ ആർക്കും ഒരു മടിയില്ല കേട്ടോ. ഞാനുണ്ടാക്കിയത് കാണിക്കാനും അതിലൊരു കൈ കാണിക്കാനും ഒന്നും ആരും ഒരു രീതിയിലും മടി കാണിക്കാറില്ല. എല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണ്. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചെങ്കിൽ കുറച്ച് ചോറും പാവയ്ക്ക വറുത്തതും പയറുതോരനും അച്ചാറും മോരുകറിയും ഒക്കെ കൂട്ടി ഒരുമിച്ചൊരു ഊണ്. ഇതോടെ കഴിഞ്ഞാണ് ഞങ്ങൾ വീട്ടിൽ പോകാറ് കേട്ടോ.